ഗൈസ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളിന്ന് എങ്ങോട്ടാണ് പോകണമെന്നറിയോ? വേറെ എങ്ങോട്ടും അല്ല, നമ്മൾ ഫാമിലി ആയിട്ട് ബീച്ചിൽ പോവുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ഇറങ്ങി ഏകദേശം സമയം ഒരു 4:15 ആയിട്ടുണ്ടാവും. 4:15, 4:30. കാറിനാണ് പോകുന്നത്. അപ്പോൾ ദേശത്തേട്ടൻ കാർ എടുക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് നമ്മൾ മെയിനായിട്ട് ബീച്ചിൽ പോകണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഇതുവരെ ബീച്ചിൽ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത്. നല്ല ചൂടുണ്ട്. മുടിയൊന്നും ചീവിട്ടില്ല, അപ്പം മുടിയൊക്കെ ചീവണം. സജിത്തേട്ടൻ നമുക്ക് വണ്ടി കയറാം. ഗൈസ്, അപ്പം അമ്മയും അച്ഛനും കൂടി റെഡി ആയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. ഗൈസ്, നമ്മൾ വെയിറ്റ് ചെയ്യണം. നല്ല രസമില്ലേ ഗൈസ് ഈ ഗണപതിനെ കാണാൻ? ആ കളർ പോയിട്ടുണ്ട്. അത് തലയുടെ ഭാഗത്തെ കളർ പോയിട്ടുണ്ട്. ചെറിയൊരു കളർ കളർ മങ്ങൽ വന്നിട്ടുണ്ട്. എന്താണ് വെച്ചിട്ട് ഒരു ടെൻഷൻ? എന്താണ് ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതാ പോവാണേ. ഇപ്പം ആയ പിന്നെ ഞങ്ങൾ സ്ഥിരം ഇങ്ങനെ സിനിമയ്ക്കും കറങ്ങാനും ഒക്കെ ഇങ്ങനെ പോവും. ഒരു കാറുള്ള സ്ഥിതിക്ക് നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈം കറങ്ങി നടക്കലാണ് ഗൈസ്. ഞങ്ങളാണെങ്കിലും അത് ഒറ്റയ്ക്ക് നൈറ്റ് റൈഡൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. കല്യാണത്തിന് മുൻപാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പുറത്തൊക്കെ ഇറങ്ങൽ ഭയങ്കര കുറവായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇങ്ങനെ സിനിമ കാണാൻ പോവാനും അതിനും ഇതിനും. കല്യാണത്തിന് മുന്നേ എങ്ങാനും ലാസ്റ്റ് കണ്ട സിനിമ എന്തോ പുലിമുരുകൻ എങ്ങാനുമാണ് ഗൈസ്. ഞങ്ങളൊരു എവിടാണ്ടൊക്കെ പോയി തൃപ്പൂണിത്തുറയിലെങ്ങാനും പോയി സിനിമ കണ്ടതാണ്. പിന്നെ നമ്മുടെ പാപ്പം വന്ന് പിന്നെ ഫുള്ള് കറക്കാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. ബീച്ചിലെത്തിയപ്പോഴാണ് കാശ് എന്തൊരു തിരക്കാ. പൊതുവേ ഞങ്ങൾ ഞായറാഴ്ച അങ്ങനെ വരാറില്ല. അപ്പം ഈ ഞായറാഴ്ച ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട് കാശ്. ദിവസം തിരക്കില്ലാത്ത ദിവസമൊക്കെ നോക്കിയാണ് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇറങ്ങാറ്. ഇതിപ്പോൾ ഫാമിലി ആയതുകൊണ്ട് അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇന്നാണ് ലീവ്, അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇന്നാണ് ലീവ്, എല്ലാവർക്കും ഇന്നാണ് ലീവ്. അപ്പം ഞായറാഴ്ച തന്നെ ഇറങ്ങി നല്ല സൺസെറ്റൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നെ നല്ല രസമുണ്ടായി ഗൈസ്. ആകാശം കാണാൻ വേണ്ടിയിട്ട് നിറയെ ആൾക്കാർ കുളിക്കുന്നുണ്ടായി. അങ്ങനെ കുളിസീനും കാണാൻ അങ്ങനെ ഒരേ ഒരു നിപ്പ അങ്ങനെ കുറച്ച് നേരം നിന്നു ഗൈസ്. അങ്ങനെ പയ്യെ ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഒന്ന് കാലൊക്കെ നനച്ചിട്ട് കയറി വന്നാലോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ പയ്യെ വെള്ളത്തിലിറങ്ങാം. അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു അമ്മേനെ, പക്ഷെ ഞാൻ വലിച്ച് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. പേടിച്ച് നിൽക്കണം. നിപ്പാണാ നിൽക്കുന്നത്. അച്ഛൻ കൂളായിട്ട് നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പാപ്പനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്, അതാണ് പാപ്പനെ കാണാത്തത്. ബീച്ചിൽ വന്നിട്ട് ആ കടലിലേക്ക് ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് മോശമാണ് ഗൈസ്. നമ്മൾ വന്നിട്ട് കടലിൽ കാണാൻ വന്നിട്ട് കടലിലൊന്ന് ഇറങ്ങി ആ കാലൊക്കെ നനച്ച് കിടക്കും, ഞണ്ടിൻ്റെ പുറകെയൊക്കെ ഒന്ന് ഓടി. എന്ത് രസമാണ് നോക്ക്. അങ്ങനെ സമയം ഇരുട്ടി വരുന്തോറും ആകാശം കടലും കൂടെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്ക്. ആകാശത്തേക്കൊക്കെ നോക്ക്, സൂര്യൻ ഇങ്ങനെ അടിയിലോട്ട് പോകും തോറും കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ അടുത്തായിട്ട് ഒരു കട വന്നിട്ടുണ്ട്. ആ കടയിൽ നല്ല പ്രാവില്ലേ, നല്ല വെളുത്ത പ്രാവ്. ആ പ്രാവൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മരം പോലത്തെ കാണുന്നുണ്ടോ? ആ അതന്നെ. പിന്നെ ആ മരത്തിൻ്റെ ഇടയിലൊക്കെ കൂടെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നെ സൂപ്പർ. കുറച്ച് നേരം അവിടെ കളിച്ച് നടന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. പോണതിന് മുന്നേ തന്നെ ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. പാപ്പനാണെന്നുണ്ടെങ്കിൽ ഷുഗർ കട്ടിലുമായിരുന്നു. ഞാൻ നല്ല
പോലെ ആസ്വദിച്ച്. ഞാനും ഷുഗർ കട്ടിലാണ്, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഐസ്ക്രീം കിട്ടിയാൽ പിന്നെ എന്ത് ഷുഗർ കട്ട്. അങ്ങനെ ആ വൈപ്പിൽ നിന്ന് പോകുന്ന വഴിക്ക് അവിടെ ഒരു മീൻ ചന്ത കണ്ടിട്ടില്ലേ, ചന്ത എന്നാണോ പറയുക അറിയില്ല. അവിടെ നിന്ന് കുറച്ച് മീൻ മേടിക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോൾ അവിടെ ഒരു ആർട്ട് കണ്ടു. അയ്യോ എന്ത് ഭംഗിയാ, ഇതാരാ ചെയ്തേന്ന് അറിയത്തില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ക്യൂൻസ്വേലാണ്. അവിടെ ഒരു കടയിൽ പിസ്താഷ്യോ കുനാഫയുടെ ഇത് കിട്ടും, ഞാൻ മുൻപേ ഇട്ടിട്ടുണ്ട്. അതും കൂടെ വാങ്ങി കഴിച്ചിട്ടാണ് പോയത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നല്ല ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ.